ഇവൻ എന്തിനാ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും പിന്നെ ഒച്ച വിളിക്കുന്നേ. എടാ, നീ പോയി തെളിവ് കൊണ്ടുവന്നാ, അപ്പൊ നമുക്ക് നോക്കാം. ആ കൊണ്ടുവരും. കൊണ്ടുവന്നാ ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിൽ അംഗീകരിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവും. എന്നാലും നീ സാലറി അഡ്വാൻസ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും വാങ്ങിയില്ലേ? അതൊക്കെ സാലറി കിട്ടുമ്പോ നോക്കിക്കോ. ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങി തരില്ലേ? അമ്മയുടെ മോളെ എവിടെയാ വർക്ക് ചെയ്യുന്നെന്ന് വെച്ചാ കേരളത്തിൽ തന്നെ ലീഡിംഗ് ചാനലല്ലേ. അക്ഷിതേ, നീ വെറുതെ വേണ്ട ചെറിയച്ച. എനിക്ക് പല ഓഫറുകളും താരാ മേഡം തരുന്നുണ്ട്. അതൊക്കെ എന്റെ ജോലിയിലെ പെർഫോമൻസ് കണ്ടിട്ട് ഓരോ മാസവും ആഡഡ് ആവുമെന്നാ പറഞ്ഞ. കിട്ടിയത് തന്നെ. പലരും കമ്പനിയെ കൊണ്ടുപോയി നമ്മൾ പ്യൂണിന്റെ ജോലി തൊട്ട് പഠിച്ചു വരണമെന്ന് പറയുന്ന പഴയ രീതിയൊന്നുമല്ല. ഇത് മാനേജ്മെന്റ് തലത്തില് കഴിവുള്ളവരെ കൊണ്ടുവന്ന് കമ്പനിയെ ഒന്നാമതെത്തിക്കുന്ന പുതിയൊരു രീതിയാണ്. അല്ലെങ്കിൽ ഈ കാലത്ത് കഴിവുള്ള ആരെങ്കിലും ഈ അടിമപ്പിടിക്കൊക്കെ പോവോ? അതെ. വേണ്ട വേണ്ട, താൻ പറയാനുള്ളവരെ നേരത്തെ പറഞ്ഞതല്ലേ. നമ്മൾ ഇടപെടണ്ട. അക്ഷിതയുടെ സീന. അഷി, നിനക്ക് നല്ലൊരു ജോലി കിട്ടിയതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നീ ഇപ്പൊ ചെന്ന് കയറിയിരിക്കുന്നത് അപകടത്തിന്റെ ചതിക്കുഴിയില. അവിടുന്ന് തിരിച്ചു കയറാൻ പറ്റില്ല. ഒരിക്കൽ പെട്ടുപോയാൽ രക്ഷപ്പെടാനും പാടാണ്. പക്ഷെ നീ ഭയക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ചെന്നുപെട്ട സ്ഥലം ശരിയല്ലെങ്കിലും നിന്നെ എല്ലാവരും എന്റെ അനിയന്റെ ഭാര്യയായിട്ടേ കാണും. പിന്നെ പൂർണിമയുടെ തണലിൽ നീ എന്നും സേഫാണ് അക്ഷിത. ദുർഗ, വാ, താൻ വാ. എല്ലാം എടുക്കണം. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. കിരൺ മഹാദേവൻ അങ്കിളുടെ മകനാണെന്ന് തെളിയിക്കുന്ന എവിഡൻസ് രാമചന്ദ്രൻ അങ്കിളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പിന്നെ ഈ ഒളിച്ചുകളികളെല്ലാം പൂർണ്ണിമേച്ച് തന്നെ അവസാനിപ്പിച്ചു തരും. സത്യം പറഞ്ഞ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ മകനാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞ് എത്ര പ്രാവശ്യം അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകരിക്കാനല്ലേ ബുദ്ധിമുട്ട്. അതെ, ആ ബുദ്ധിമുട്ട് മാറ്റിക്കാനാണല്ലോ നമ്മളിപ്പോ പോകുന്നത്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. കിരൺ വേണ്ട, എന്തിനാ വെറുതെ? വേണം. എപ്പോഴിങ്ങനെ കാണാത്ത പോലെ ഇരുന്ന് രക്ഷപ്പെടാന്ന് ആരും വിചാരിക്കണ്ട. ഇതെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കാൻ തന്നെയാ എന്റെ തീരുമാനം. എന്തോ നീ എന്നോടാണ് സംസാരിക്കുന്നത്?
ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണോ? ഞാൻ എന്തിനാ ഭീഷണിപ്പെടുത്തുന്നേ? എന്നെ അംഗീകരിക്കാൻ അച്ഛന് മടിയാണ്. തെളിവുകളുമായി മറ്റാരെങ്കിലും മുന്നിൽ വന്നു ചോദിച്ചാ എന്നെ അച്ഛൻ അംഗീകരിക്കാമല്ലോ. കിരൺ, നീ അറിയാതെ പോലെ എന്നെ അച്ഛന്ന് വിളിക്കരുത് പറഞ്ഞിട്ടില്ല ഞാൻ. ആ? അച്ഛനെ അച്ഛന്നല്ലാതെ പിന്നെ അപ്പൂപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? എടാ ദുർഗ, അച്ഛനെ അപ്പൂപ്പാന്നാണോ വിളിക്കുന്നേ? ഡേ വേണ്ട, നിന്നോട് ഞാൻ നിർത്താനാ പറഞ്ഞേ. കിരൺ വാ നമുക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ, വെറുതെ സമയം കളയാതെ വാ. ഒന്ന് നിന്നേ. ഇതിനൊരു തീരുമാനം ഉണ്ടായാലേ പറ്റൂ. തെളിവുകളുമായി നമ്മളൊന്ന് നിൽക്കുമ്പോ പറഞ്ഞതൊന്നും എന്റെ അച്ഛൻ മാറ്റി പറയാൻ പാടില്ലല്ലോ. എടാ നിന്നോട് നിർത്താൻ ഞാൻ പറഞ്ഞു. ശ്ശേ, നീ പോയി തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവാ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്താ ഇത്? ശ്ശേ, എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? പൊന്നുമേ, ഇതൊന്നും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ പ്രശ്നമാവുമെന്ന്. അപ്പൊ ഇവരൊരു കുഴപ്പം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് നീയാണ്. അതിനിപ്പോ എന്താ ചെറിയച്ച ഉണ്ടായത്? നീ വന്നേ. ദേ ഇവൻ വെറുതെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുക. എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഇവ കേൾക്കുന്നില്ല. എന്താ കിരൺ ഇത്? ചേച്ചി, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസങ്ങളായില്ലേ? എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായോ? അതൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ. തെളിവുകൾ കൊണ്ടുവരാൻ നിങ്ങൾ സമയം ചോദിച്ചതുകൊണ്ടല്ലേ ഞാൻ അതിൽ ഇടപെടാതെ നിൽക്കുന്നത്. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞങ്ങൾ തെളിവുകൾ കൊണ്ടുവരാൻ തന്നെയാ പോകുന്നത്. പക്ഷേ അത് കൊണ്ടുവരുമ്പോ പറഞ്ഞതൊന്നും അച്ഛൻ മാറ്റി പറയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവൻ എന്തിനാ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും പിന്നെ ഒച്ച വിളിക്കുന്നേ? എടാ നീ പോയി തെളിവ് കൊണ്ടുവന്നാ അപ്പൊ നമുക്ക് നോക്കാം. ആ, കൊണ്ടുവരും. കൊണ്ടുവന്നാ ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിൽ അംഗീകരിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവും.